നമസ്തേ. ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള ഹിന്ദി പ്രചാരസഭ നടത്തിയ 2023 ഓഗസ്റ്റ് ഹിന്ദി ദൂസരി പ്രശ്നപത്ര 1-ൻ്റെ ചോദ്യപേപ്പർ മോഡലാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് ഇനി ഒരു 4 ദിവസമേ ഉള്ളൂ. 8-ാം തീയതിയാണ് എക്സാം വരുന്നത്. അപ്പോൾ എക്സാമിന് വേണ്ടി പോകുന്ന എല്ലാ കുട്ടികളും ഈ ഒരു ചോദ്യപേപ്പർ നന്നായി പ്രാക്ടീസ് ചെയ്തിട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ക്വസ്റ്റ്യനും ആൻസറും കൂടെ ചേർന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതിനു മുമ്പുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ കിട്ടാത്ത കുട്ടികൾ അതും കൂടെ ഒന്ന് കണ്ടിട്ട് പോവുക. അപ്പോൾ ഇത് എഴുതി പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ഷുവറായിട്ട് 80-ൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ നോക്കൂ. അപ്പോൾ അതുപോലെ തന്നെ പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾ പേപ്പറൊന്നും കൊണ്ടുപോകണ്ട. നിങ്ങൾക്ക് പേപ്പർ അവിടെ എക്സാം സെൻറ്ററിൽ നിന്ന് കിട്ടും. വരയിട്ട പേപ്പറാണ് തരുന്നത്. അപ്പോൾ അതിൽ ഒരു കോളം കൊടുത്തിരിക്കും. ആ കോളത്തിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പരും നിങ്ങൾ എഴുതുന്ന പരീക്ഷയുടെ പേരും അടയാളപ്പെടുത്തുക. അതുപോലെ തന്നെ ഏത് സ്കൂളാണോ നിങ്ങൾ പരീക്ഷ എഴുതുന്നത് ആ സ്കൂളിൻ്റെ പേര് വേണം അവിടെ രേഖപ്പെടുത്തേണ്ടത്. ഓക്കെ, അതിനുശേഷം ക്വസ്റ്റ്യൻ നന്നായിട്ടൊന്ന് വായിച്ച് നോക്കുക. ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം ആൻസർ ചെയ്യുക. ഓക്കെ, അപ്പോൾ 1 മുതൽ 6 വരെ കൊടുത്തിരിക്കുന്ന ഒൻവേഡാണ്. അപ്പോൾ നിങ്ങൾ ആൻസർ കൊടുത്താൽ മതി. ശുദ്ധവർത്തിനി കിസ്മേഹെ, ശരിയായ പദം ഏതിലാണ്? ഇവിടെ ഒരു 3 എണ്ണം കൊടുത്തിട്ടുണ്ട്. സ്വതന്ത്രത. അപ്പോൾ സ്വതന്ത്രത എഴുതുന്നത് ഫസ്റ്റത്തെയാണ് അതിൽ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. സുന്ദർ സീക്ക് കിസ്കി കവിത ഹെ, ആരുടെ കവിതയാണ് സുന്ദർ സീക്ക്? സുന്ദർ സീക്ക് സത്യദേവ് നാരായണൻ്റെയാണ്. സരിതയാണെങ്കിൽ ഗോപാൽ സിംഗ് നേപ്പാളി. ഖുഷ്ബു ആയിരുന്നെങ്കിൽ ഡോക്ടർ ഷേർജംഗ് ഗർഗ്. ഓക്കെ, അടുത്ത് തേർഡ്. ലോകമാന്യ കിസ്കി സേവാക്ക വ്രതലിയാത്ത, ലോകമാന്യ എന്ത് സേവിക്കാനാണ് വ്രതമെടുത്ത്? ജനതാക്കി, ജനങ്ങളെ സേവിക്കാൻ. അങ്കൂർ സുക്കാക്കർ ഡേഷ് ബനാത്തി ഹെ, മുന്തിരിങ്ങ ഉണക്കി എന്താണ് ഉണ്ടാക്കുന്നത്? കിസ്മിസ്. ജഡ്ജി കെ സാമനെ ബാലകനെ അപ്നാ നാം ക്യാ ബത്തായ, ജഡ്ജിയുടെ അടുത്ത് കുട്ടി തൻ്റെ പേര് എന്താണ് പറഞ്ഞത്? ആസാദ്. രണ്ടാമത്തെയാണ് ആൻസർ. തഖ്ത് താവ്സ് കെ കിത്തനെ ഖംബെ ഹെ, തഖ്ത് താവ്സിന് എത്ര സ്തൂപങ്ങളാണ് ഉള്ളത്? 12. ഏഴാമത്തത് ഭാരത് കോ അപ്നാ സംവിധാൻ ലാഗു കർനെ കാ അധികാർ കബ് മില, പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടിയത് 26 ജനുവരി 1950. അപ്പോൾ 26 ജനുവരി 1950 ആണ് ആൻസർ. രാജാ ശുദ്ധോധൻ കാ പുത്ര കോൺത, ആരായിരുന്നു രാജാ ശുദ്ധോധൻ്റെ മകൻ? ആരാണ്? സിദ്ധാർത്ഥ്. അപ്പോൾ 8 മാർക്കും അവിടെ സ്കോർ ചെയ്യാൻ പറ്റും. അടുത്ത 9 വരുന്നത് വാക്യോമയം പ്രയോഗിക്കുകയാണ്. 6 എണ്ണം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള 3 എണ്ണം എഴുതാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഹിന്ദി അർത്ഥം കൊടുത്തിട്ട് വേണം ആൻസർ ചെയ്യേണ്ടത്. ഇനി നമുക്ക് ആൻസറിലേക്ക് വരാം. ആദ്യം കൊടുത്തിരിക്കുന്ന സ്വതന്ത്രത, സുന്ദർ സീക്ക് ഗോപാൽ സിംഗ് നേപ്പാളിയുടേത്. ലോകമാന്യ കിസ്കി സേവ കാ വ്രതലിയ, ലോകമാന്യന് ജനതാക്കി സേവ. അങ്കൂർ സുക്കാക്കർ കിസ്മിസ്. ജഡ്ജി കെ സാമനെ ആസാദ്. തഖ്ത് താവ്സ് കെ ബാരക കമ്പെ. അടുത്ത് വരുന്നത് ഭാരത് കാ അധികാർ, നേരത്തെ പറഞ്ഞു 26 ജനുവരി 1950. രാജാ ശുദ്ധോധൻ കാ പുത്ര ഗൗതം ബുദ്ധ അല്ലെങ്കിൽ സിദ്ധാർത്ഥ് എന്ന് എഴുതാം. അനുവാദ് കർണ, ഏക് ഭാഷാക്കോ ദൂസരി ഭാഷാമേ ബദൽന, ഒരു ഭാഷയെ മറ്റൊരു ഭാഷയിലേക്ക് തർജ്ജിമ ചെയ്യുക. അല്ലെങ്കിൽ ഏതെങ്കിലും കവികൾ ഏതെങ്കിലും പുസ്തകം തർജ്ജിമ ചെയ്തതിനൊക്കെ എഴുതാം. അടുത്ത് ശിക്ഷകനെ അംഗ്രേസി കെ പാടുക ഹിന്ദി മേ അനുവാദ് കർണ സിക്കായ എന്ന് വേണമെങ്കിൽ എഴുതാം. കി കോഷിഷ് പ്രയാസ് കർണ, ഉസേ പരീക്ഷാമേ പ്രഥമാനേക്ക് കോഷിഷ്, അവൻ എന്ത് ചെയ്തു? പരീക്ഷയിൽ ഫസ്റ്റ് ആവാൻ വേണ്ടി പ്രയത്നിച്ചു. നമുക്കിങ്ങനെ പരീക്ഷാമേ പ്രഥമാനേക്ക് കോഷിഷ് കർണ ചാഹിയെ എന്നാണെങ്കിൽ എഴുതാം. ഹുക്കും ദേന, ആദേശ് ദേന, कैप्टन ने सैनिकों को आगे बढ़ने का हुक्म दिया, അല്ലെങ്കിൽ രാജാനെ പ്രജാക്കോ ഹുക്കും ദിയ എന്നാണെങ്കിൽ എഴുതാം. നക്കൽ ഉത്തർന ദൂസരോं की നക്കൽ കർണ, പരീക്ഷാമേ നക്കൽ ഉത്തർന ഗലത്ത് ബാത്ത് ഹെ, പരീക്ഷയിൽ അനുകരിക്കുന്നത് തെറ്റായ രീതിയാണ്. पैदा होना जन्म लेना, മഹാത്മാഗാന്ധി 2 ഒക്ടോബർ കോ പൈദാ ഹുയെ थे, ഗാന്ധിജി ഒക്ടോബർ 2 ആണ് ജനിച്ചത്. ഷാമിൽ ഹോന ഹാത്ത് ജുഡ്ന, അല്ലെങ്കിൽ ഭാഗ് ലേന ആണെങ്കിലും പറയാം. മേ കൽ ഹോനെ വാലെ കാര്യക്രമേ ഷാമിൽ ഹോവുങ്ക, ഞാൻ നാളെ നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കും. അല്ലെങ്കിൽ ബച്ചെ ഖേൽ മേ ഷാമിൽ ഹുയെ, കുട്ടികൾ കളിയിൽ പങ്കെടുത്തു. അങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത്രയാണ് അതിൽ ആദ്യത്തേൽ വരുന്നത്. അടുത്ത് നമുക്ക് രണ്ടാമത്തെ സെക്ഷൻ നോക്കാം. രണ്ടാമത് വരുന്നത് ഗ്രാമർ പോർഷനാണ്. അപ്പോൾ അതിലെല്ലാം 1 മാർക്കാണ് വരുന്നത്. ബഹുവചനം ലിംഗ് മാത്രം 2 മാർക്കിന് വരും. ഖംഭ പർവ് രചന കില, അപ്പോൾ അതിൻ്റെയൊക്കെ അർത്ഥം അതിൻ്റെയൊക്കെ വചനം എഴുതണം. അടുത്ത് ലിംഗ് നിർണയ കീജിയെ, ഭാവവാചക സജ്ഞ. അടുത്ത് വരുന്നത് തും അന്തർ ആവോ, അവിടെ തും മാറ്റിയിട്ട് ആപ്പ് ചേർക്കുക. സാധു ബഹുത്ത് ഖുഷ്വ, ഖുഷ് മാറ്റിയിട്ട് ഖുഷി എഴുതുക. ബച്ചെ സോത്തേ ഹെ, അത് താൽക്കാലിക വർത്തമാന കാലത്തിലാക്കുക. കൈദ് കോ സജ മിലി, അവിടെ സജ മാറ്റിയിട്ട് ഖണ്ഡ് എഴുതുക.
വേ ഗാവ് മേ ജാക്കർ രഹേ അവിടെ ലഘുക്ക പ്രയോഗമാണ്. അരുൺ ने മാങ്ക പിതാനെ ദിയ ചിത്തന ഉത്തന എഴുതുക. അപ്പോൾ ചിത്തന ഉത്തന എഴുതുമ്പോൾ ആദ്യം ചിത്തന കൊടുക്കുക, രണ്ടാമത് ഉത്തന കൊടുക്കുക. ജബ് തബും അതുപോലെയാണ്. പ്രകാശ് ഫൈല അന്തേര ദൂർ ഹുവ ജബ് തബ് എഴുതുക. ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം ആൻസറിലേക്ക് വരാം. ഹം 5 ബജെ ഉഠ്തേ ഹെ അത് നിത്യബോധത്തിൽ എഴുതാനാണ്. സീത പാട് ലിക്കി ഹെ അപൂർവ ഭൂതകാല്. അടുത്ത് ജോഡ് കർ ലിക്കിയെ ഹം പ്ലസ് കാ ഹമാര മേം പ്ലസ് കെ മേരെ. ഇനി അക്ഷരവുമേ ലിക്കിയെ 2:30 2:30 ആണെങ്കിൽ ഠായി, 7:15 സവാ സാത്ത്, 65 65, 4:45 മുക്കാലാകുമ്പോൾ ഒന്ന് കൂട്ടി പറയാം പൗനെ 5. ഇനി 25/6/1980. അപ്പോൾ 25 പറഞ്ഞത് 26, 6 6-ാമത്തെ മാസം ജൂണ് 1980 1980. ചിലപ്പോൾ ഇപ്പോൾ വരുന്നത് 8/8/2026. അപ്പോൾ 8 എന്ന് പറഞ്ഞത് 8, ഇനി 8 ആഗസ്റ്റ് 2026 2026. നമുക്കതിൻ്റെ ആൻസറിലേക്ക് വരാം. വചനം എഴുതാണ് കൊടുത്തിരിക്കുന്നത്. ഹംഭ ഹംഭെ, പർവ് പർവേന്, രചന രചനായെ, കില കിലെ. അടുത്ത ലിംഗമാണ്. പേട്ട് പുല്ലിംഗം, ഗരീബി സ്ത്രീലിംഗം, ബാലിക സ്ത്രീലിംഗം, പാനി പുല്ലിംഗം. അടുത്ത ഭാവവാച്ച് എഴുതാനാണ്. ഗുലാം ഗുലാമി, ഭീമ ബീമാരി, ഫല ഫലായി, സുന്ദർ സുന്ദരത. അടുത്ത 13-ാമത്തത് തും അന്തർ ആവോ. അവിടെ തും കെ ബദലെ ആപ്പ്. അപ്പോൾ തും വന്നപ്പോഴാണ് ഓ വന്നത്. അവിടെ ആപ്പാണെങ്കിൽ ഈയെ. അപ്പോൾ എന്ത് പറയാം? ആപ്പ് അന്തർ ആയേ. സാധു ബഹുത് ഖുഷ് ഹുവ. ഖുഷ് മാറ്റിയിട്ട് ഖുഷി. സാധു കോ ബഹുത് ഖുഷി ഹുയി. കൈദി കോ സജ മിലെ. സജ മാറ്റിയിട്ട് ധണ്ട്. അപ്പം കൈദിക്ക് സജ, കൈദ് കോ ദണ്ഡ് മില, അല്ലെങ്കിൽ കൈദിക്ക് സജ മില എന്നാണ് എഴുതാം. വേ ഗാവ് മേ ജാക്കർ രഹെ ലഗ്. വേ ഗാവ് മേ ജാക്കർ രഹിനെ ലഗ്. അപ്പോൾ ലഗിന് തൊട്ട് മുമ്പ് നേ ചേർക്കുക. അരുണ്ണെ മാങ്ക പിതാനെ ദിയ ചിത്തന ഉത്തന. അരുണ്ണെ ചിത്തന മാങ്ക പിതാനെ ഉത്തന ദിയ. പ്രകാശ് ഫൈല അന്തേര ദൂർ ഹുവ. ജബ് തബ് എഴുതുക. ജബ് പ്രകാശ് ഫൈല തബ് അന്തേര ദൂർ ഹുവ. അപ്പോൾ ഗ്രാമർ എഴുതുമ്പോൾ ഒന്നും വിടരുത്, അറിയാവുന്ന പോലെയൊക്കെ എഴുതുക. പകുതി എഴുതിയ പകുതി മാർക്കെങ്കിലും കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊക്കെ വായിച്ചു പഠിച്ചാൽ ഇതേ രീതി തന്നെ കിട്ടും. ക്വസ്റ്റ്യൻ മാത്രമേ ചെറിയ വ്യത്യാസം വരുള്ളൂ. മസ്തൂർ കാം കർത്താ ഹെ. കർമ്മവാച്ചി എഴുതുമ്പോൾ മസ്തൂർ സെ കാം കിയാ ജാത്താ ഹെ. അപ്പോൾ കർമ്മവാച്ചി വരുമ്പോൾ സേയും ജായും ചേർക്കുക. ഹം 5 ബജെ ഉഠ്തേ ഹെ നിത്യതാ ബോധം വരുമ്പോൾ ഹം റോസ് 5 ബജെ ഉഠ്തേ ഹെ എന്ന് വരും. സീത പാട് ലിഖ്തി ഹെ. ഇവിടെ അപൂർവ ഭൂതകാലം വരുമ്പോൾ സീത പാട് ലിഖ് രഹി തി. അടുത്ത് ജോഡ് കർ ലിഖേ ഹം പ്ലസ് കാ ഹമാര മേം പ്ലസ് കെ മേരെ. അക്ഷരവും ലിഖേ 2:30 ഠായി, 7:15 സവാ സാത്ത്, അല്ലെങ്കിൽ 7 और 1 14 എന്ന് വേണമെങ്കിൽ പറയാം. 65 65, 4:45, 4 और 3 14 എന്ന് പറയാം, അല്ലെങ്കിൽ പൗനെ 5 എന്ന് പറയാം. 25 ജൂൺ 1980. ഇനി അടുത്ത് വരുന്നത് ശുദ്ധി കീജിയാണ്. മാതാനെ പുത്രസെ ബോലി. അവിടെ മാതാനെ പുത്രസെ കഹ. बहु बुरे काम करता है, हमें हिंदी पढ़नी चाहिए, बच्चे दौड़ सकते हैं, पिताजी फल लाए, आप यहाँ आइए, बच्चा सांप से डरता है, मैं फल खाता हूँ അല്ലെങ്കിൽ खाती हूँ, तुमको काम कीजिए എന്ന് പറയില്ല, आप काम कीजिए, ലീല ഗീത് ഗാനെ ലഗി. ഇനി 27 മുതലുള്ള ക്വസ്റ്റ്യൻ ആൻസർ ആണ്. അപ്പോൾ ടെസ്റ്റ് നോക്കി തന്നെ എഴുതുക. ഇതിൽ ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാം. തക്ത് താവൂസ്, സിദ്ധാർത്ഥിൻ്റെ ചാപ്റ്റർ, ഗാന്ധിജി, ടാഗോർ, അങ്കൂർ, പിന്നെ ഗണതന്ത്ര ദിവസ്, ജയിൽ മേ ബേത്ത് ഖാനി കി രീതി, സാദാ ജീവൻ. അപ്പോൾ ഇത്രയും ചാപ്റ്ററാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതൊക്കെ വായിച്ചു പോവുക. ടെസ്റ്റിലുള്ള തന്നെ നിങ്ങൾക്ക് കിട്ടും. ഇനി വരുന്നത് പദ്യം എഴുതാൻ ചോദിക്കും. അതായത് 4 വരി തന്നിട്ട് അതിൻ്റെ ആശയം. അപ്പോൾ അതിൽ വരുന്നത് സുന്ദർ സീക്ക്, ഖുഷ്ബു, സരിത. ഇത് 3 നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. അതിലേതെങ്കിലും 4 സെൻറ്റൻസ് 4 വരി കവിത തരും. അതിൻ്റെ ആൻസറാണ് ചെയ്യേണ്ടത്. അപ്പോൾ കവിത എഴുതുമ്പോൾ കവിയുടെ പേരും പാഠത്തിൻ്റെ പേരും ആ കവിതയിൽ എന്താണോ കവി ഉദ്ദേശിക്കുന്നത് അതിനെക്കുറിച്ച് എഴുതുക. അടുത്ത് വരുന്ന രസീരി കഥയാണ്. 5 പാഠമുണ്ട്. 5 പാഠം നന്നായിട്ട് പഠിച്ചു പോവുക. ആ 5 പാഠത്തിൽ നിന്ന് 1 വേർഡും സാരാംശം എഴുതാനും ചോദിക്കും. അപ്പോൾ ഇവിടെ ഭഗവാനെ ധ്രുവക്കോ കഹാം ബിട്ടായ. ഭഗവാൻ ധ്രുവനെ എവിടെയാണ് ഇരുത്തിയത്? ചോട്ടാ മൈന കഹാം ഘൂംനെ ഗയ. എവിടെയാണ് മൈന കറങ്ങാൻ പോയത്? ഹിരൺ കാ ക്യാ വിചാർത്ത. ഹിരണിൻ്റെ ചിന്ത എന്തായിരുന്നു? മഗർ ഓർ ബന്ദർ മേ മേൽ ജോൽ കൈസേ ബഡ. മുതലയും കുരങ്ങനും എങ്ങനെയായിരുന്നു സുഹൃത്തായത്?
സൂരജ് കി ഗർമി സെ ബച്ചനെ കെ ലിയെ രാഹുഗീറിനെ ക്യാ കിയ. സൂര്യൻ്റെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി യാത്രക്കാരെ എന്താണ് ചെയ്തത്? അപ്പോൾ അതൊക്കെ ടെസ്റ്റിലുണ്ട്. ആ ടെസ്റ്റിൽ ആൻസർ നോക്കി പഠിക്കുക. പിന്നെ സയാനി മൈന, ഹിരൺ और കछुआ 3 പാഠം പഠിക്കുമ്പോൾ 2 ചോദിക്കും, 1 എഴുതിയാൽ മതി. അടുത്ത അനുവാദ ഗീതിയാണ്. പെൺകുട്ടികൾ സ്കൂളിൽ ഹിന്ദി സംസാരിച്ചു. രാമൻ അവൻ്റെ പേന കളഞ്ഞു. നമ്മൾ മുതിർന്നവരെ ആദരിക്കണം. പെൺകുട്ടി നൃത്തം ചെയ്യുന്നു. ഞാൻ ജോലി ചെയ്തു. അപ്പോൾ ഇത്രയാണ് അതിൽ വരുന്നത്. ഇവിടെ ആൻസറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ടെസ്റ്റിലുള്ള ആൻസർ പഠിച്ചാൽ മതി. അതിന് സ്പീഡിന് പോകുന്നത്. ഇപ്പോൾ പെൺകുട്ടികൾ സ്കൂളിൽ ഹിന്ദി സംസാരിച്ചു. ലड़कियां സ്കൂൾ में ഹിന്ദി बोलती थी. രാമൻ അവൻ്റെ പേന കളഞ്ഞു. രാമനെ അപ്പനെ പേൻ खो दिया അല്ലെങ്കിൽ കലം खो दिया. നമ്മൾ മുതിർന്നവരെ ആദരിക്കണം. ഹമേ ബഡോं का आदर करना चाहिए. പെൺകുട്ടി നൃത്തം ചെയ്തു. ലड़की नाच रही है. ഞാൻ ജോലി ചെയ്തു. मैंने काम किया. ഓക്കെ, അപ്പോൾ മലയാളത്തിൽ തന്നിട്ട് അതിന് ഹിന്ദിയിൽ എഴുതാനാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ എക്സാമിന് ചോദിക്കുന്നത്. അപ്പോൾ എല്ലാവരും സ്ക്രീൻഷോട്ട് എടുത്ത് അത് നോട്ടിലോട്ട് എഴുതി പഠിക്കുക. പിന്നെ തമിഴിൻ്റെതും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ആൻസർ. അപ്പോൾ പരീക്ഷ നന്നായിട്ട് എഴുതാൻ കഴിയട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നമ്മുടെ ഹിന്ദി ചാനലിൻ്റെയും തീർത്ഥ ഹിന്ദി വിദ്യാലയത്തിൻ്റെയും ഒരുപാട് നന്ദി. അപ്പോൾ എല്ലാ കുട്ടികളും നന്നായിട്ട് എക്സാം എഴുതാൻ കഴിയട്ടെ. തുടർന്നും ഈ കോഴ്സുകളിലൊക്കെ പങ്കെടുക്കുക. അപ്പോൾ ലൈക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം.